ഞാൻ കംപ്ലീറ്റ്ലി ഷോക്കായി. കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെയ്യണം ഒന്നും ഒരു പിടിയില്ല. ഹലോ എവരിവൺ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. ഇന്നിങ്ങനത്തെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നെടുക്കേണ്ട വീഡിയോ അല്ല ബൈ ദ വേ. ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എടുക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇതൊരു 2 weeks മുമ്പുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ റീസെൻ്റ് പേരിൽ എടുക്കേണ്ടവരെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. UK ഉള്ളവരും വരാൻ പോകുന്നവരും ഒക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു അശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കാര്യം പറയാം. കഴിഞ്ഞ ഈ മാർച്ച് 5-ാം തീയതി എൻ്റെ ടെൻഡൻസി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പുതിയൊരു വീട്ടിലേക്ക് മാറേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ലാൻഡ് ലോഡിനെ കണക്ട് ചെയ്താണ് ഞാൻ ഇത്ര നാളിങ്ങനെ വീട് മാറിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു ചേഞ്ചിനെന്നല്ല, ലാൻഡ് ലോഡിനെ ഡയറക്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം ഡയറക്റ്റ് ഏജൻസി ത്രൂ ആക്കാമെന്ന് ഓർത്തു. പക്ഷേ ഏജൻസികൾ അത്യാവശ്യം നല്ലതാണ്. ഏജൻസികൾ UKയുടെ വൺ ഓഫ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. അവർക്ക് കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലാണ് അവർ തരുന്ന പ്രോപ്പർട്ടിക്ക്. അപ്പം ഞാൻ ഒരു ഫ്ലാറ്റാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അവർ ഓക്കെ ആയിരുന്നു. നമ്മൾക്ക് ഇവിടെ UK ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ സാലറി സ്ലിപ്പ് അത് ഇത് എല്ലാ ക്രൈറ്റീരിയ മാച്ച് ആയാലും മാത്രമേ അവർക്ക് നമുക്ക് വീട് തരാൻ പറ്റൂ. പക്ഷെ ലാൻഡ് ലോഡ് അങ്ങനെയല്ല. ഡയറക്റ്റ് അറിയാം, ഒരു ഇന്ത്യൻ ലാൻഡ് ലോഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എളുപ്പത്തിൽ വീട് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഏജൻസിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഏജൻസി ഏതാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാനങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു. പെറ്റ്സ് ഒന്നും അലൗഡ് അല്ല പ്രോപ്പർട്ടിയിൽ. ഇപ്പോൾ എനിക്ക് മാത്രം തരുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ ഞാൻ മാത്രമേ അവിടെ നിൽക്കാവുള്ളൂ. അത് അവർക്ക് നമ്മൾ അഷുറൻസ് ഒക്കെ കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രീവിയസ് ലാൻഡ് ലോഡിൻ്റെയും കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എംപ്ലോയറിൻ്റെ ഒക്കെ ലെറ്റർ അവർക്ക് വേണം. അതെല്ലാം കൂടെ കൊടുത്തു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. എല്ലാം സബ്മിറ്റ് ചെയ്തു. നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാം ക്ലിയറായി. നമ്മൾ ഡെപ്പോസിറ്റൊക്കെ പേ ചെയ്തു. അപ്പോൾ റെൻറ്റ് അടയ്ക്കണം എന്ന് അവർ പറഞ്ഞിരുന്നത് പ്രോപ്പർട്ടിയിൽ കയറുന്നതിന് 72 hours ബിഫോറാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, പ്രോപ്പർട്ടിയിൽ നിന്ന് മാറാൻ വേണ്ടി. അപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഷെയർഡ് അക്കോമഡേഷനാണ്. അപ്പോൾ പുതിയതായിട്ട് വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒറ്റ ഫർണിച്ചറും ഇല്ല. 8 ദിവസത്തിന് ഞാൻ വാങ്ങിക്കണം. ആകെ ഉള്ളത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനുമാണ്. അങ്ങനെ ആ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇല്ലാത്ത ഒരുമാതിരി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. മറ്റേ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കുറച്ച് എമൗണ്ടൊക്കെ കൊടുത്ത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. കുറേ സാധനങ്ങൾ നമ്മളല്ലാതെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ മൊത്തം സെറ്റാക്കി വെച്ചിരുന്നിട്ട് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന വീട് ക്ലീൻ ചെയ്തിട്ട് ലാൻഡ് ലോഡ് കൊടുത്താലേ ആൾ ഫുൾ ഡെപ്പോസിറ്റ് തിരിച്ചു തരും. അല്ലാതെ ആൾക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പം കറൻ്റ്ലി എൻ്റെ പാക്കിങ് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കും, എപ്പോഴും സാധനങ്ങൾ മേടിക്കും. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞു. കാര്യം 2 വട്ടം നാട്ടിൽ പോയിട്ട് വന്നുകൊണ്ട്, ഒരിക്കൽ നടന്നു വന്നു, രണ്ടാമത് പിന്നെയും പോയി വന്നപ്പോൾ ഒത്തിരി സാധനങ്ങളായിരുന്നു. അതെല്ലാം ഞാനൊരു എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി എല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തു വെച്ച് വീട് ഫുള്ള് ക്ലീനാക്കി. അപ്പം ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ട ഡേറ്റിന് ഏജൻസി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് വീട് തരാനിപ്പോൾ പറ്റില്ല. നാളെ താക്കോല് തരേണ്ട സ്ഥിതിക്ക് എന്നോട് വിളിച്ച് പറയാണ് വീട് തരാൻ പറ്റില്ല എന്ന്. ഞാൻ ഷിഫ്റ്റിലാണ്. എൻ്റെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഒരു വാനിലാണ്. അന്ന് ഇടേണ്ട ഡ്രസ്സ് മാത്രമാണ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്ന വീട്ടിലുള്ളൂ. നാളെ അവർക്ക് കീ കൊടുത്ത് ഇറങ്ങണം വീട്ടിൽ നിന്ന്. ഞാൻ കംപ്ലീറ്റ്ലി ഷോക്കായി. കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെയ്യണം ഒന്നും ഒരു പിടിയില്ല. ഞാൻ അവരോട് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വെച്ചപ്പോൾ അവർ പറഞ്ഞു പ്രോപ്പർട്ടി ഇപ്പോൾ അവൈലബിൾ അല്ല, ലാൻഡ് ലോഡ് സ്റ്റിൽ ആ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അപ്ഡേറ്റ് തന്നില്ല, അറ്റ്ലീസ്റ്റ് 2 days ബാക്ക്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴെങ്കിലും യു ഹാവ് ടു ഗിവ് ദ പ്രോപ്പർ റീസൺ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവരെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നെ വിളിച്ച് പറയണം, ഇന്നുപോലെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഫ്രൈഡേ വരെ ഞാൻ നിങ്ങളെ വിളിച്ച് എല്ലാം അന്വേഷിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അവരിപ്പോൾ തിരക്കാണ്, സോറി എന്ന് പറഞ്ഞിട്ട് കട്ടാക്കി, വീടില്ല എന്ന് പറഞ്ഞ് കട്ടാക്കി. അപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ മാനേജറിനോട് സംസാരിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പുകഴ്ത്തുപുറമല്ല, അടിപൊളി ഒരു പ്ലേസിലാണ്. ഞാനൊരു മലയാളി അവിടെ ഉള്ളൂ വർക്ക് ചെയ്യുന്ന വർക്കറായിട്ട്. ബാക്കി ഫുള്ള് ഇംഗ്ലീഷ് ആൾക്കാരാണ്. ഭയങ്കര സപ്പോർട്ടീവ് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ് കോവർക്കേഴ്സും മാനേജ്മെൻറ്റൊക്കെയാണ് എൻ്റെത്. അവരപ്പം തന്നെ ഒരു മീറ്റിംഗ് പോലെ വെച്ചു. എന്താ ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു ഇപ്പം തന്നെ പൊയ്ക്കോളൂ,
സൈൻ ഓഫ് ചെയ്ത് പോയിട്ട് അവിടെ ഏജൻസിയിൽ ഡയറക്റ്റ് അന്വേഷിക്കുക, അക്കോമഡേഷൻ അവർക്ക് പേടിക്കേ വേണ്ട എന്നവരിങ്ങനെ പറഞ്ഞു. നിന്നെ അങ്ങനെ ഒരിക്കലും അവർക്ക് പുറത്തോട്ട് വിടാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പേ ചെയ്ത ഇൻഷുറൻസിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അവർക്ക് അതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഒരു ടെമ്പററി അക്കോമഡേഷൻ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാനതൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഏജൻസിയിൽ ചെന്നു. പുല്ലുവില എന്ന് വെച്ചാൽ പുല്ലുവില. അവർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം, അപ്പം ഞാൻ നിങ്ങളിനി എങ്ങനെ ട്രസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഇപ്പം നാളെ താക്കോല് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യേണ്ട, ദാറ്റ്സ് ഇറ്റ്. അവരങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെപ്പോസിറ്റ് വാങ്ങിച്ച് തിരിച്ചു വെക്കുള്ളൂ എന്ന് അവരിങ്ങനെ പറഞ്ഞു. അപ്പം അതായത് ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇപ്പം പൈസ തിരിച്ചു കിട്ടുന്ന നല്ല ആവശ്യം, എനിക്ക് നാളത്തേക്ക് മാറാനായിട്ട് അക്കോമഡേഷൻ വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ലേഡിയാണ്, എനിക്ക് ഒരിക്കലും സ്ട്രീറ്റിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. എന്തായാലും നിനക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല, നീ ആയിട്ട് നിന്റെ അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അടച്ച ഇൻഷുറൻസോ, അപ്പോൾ ഇൻഷുറൻസിൽ ഇതൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. അപ്പോൾ ലിറ്ററലി പറഞ്ഞാൽ നമ്മൾ ഒരു വീട് താമസിക്കണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഒരു വീട് കൂടെ അന്വേഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ സൈഡ് പോവും. നമുക്ക് ഒരു ഗ്യാരണ്ടി ഇവർ തരില്ല. ഒരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ നമ്മൾ എടുക്കുമ്പോൾ. തലേദിവസം വെള്ളം ഒരു വാക്കുമാര് പറയാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു, ഞാനൊരു പെൺകുട്ടി, ദേ ഡോണ്ട് മൈൻഡ്, ദേ ഡോണ്ട് കെയർ, ആരെന്താണെന്ന് അവർക്കതൊരു മാറ്ററേ അല്ല. ട്രസ്റ്റ് ഇഷ്യൂ, ദേ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ ടേക്ക് യുവർ മണി ബാക്ക്, അതാണ് അവർ പറയുന്ന റിപ്ലൈ. പിന്നെ അവരൊരുമാതിരി ഇങ്ങനെ അവരുടെ ആക്ഷൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഫുള്ളി ഒരു ഡിപ്രസ്ഡായി. പിന്നെ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവരിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓക്കെ ആണോ. മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് സപ്പോർട്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ സാധനം വാനിലിരിക്കുവാണല്ലോ, വാൻ തിരിച്ചു കൊടുക്കേണ്ട സമയമാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ വീട് മാറണം അത്യാവശ്യമായിട്ട്, പക്ഷേ ന്യൂ വീട്ടിലോട്ട് മാറാൻ ഇത്ര ടൈം എടുക്കും എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ആക്സസ് സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞ് 1 month to 2 monthലേക്കൊക്കെ ഒരു എമൗണ്ട് അടച്ച് നമുക്ക് ഇപ്പോൾ കുറച്ച് സാധനം ഉള്ളവർക്ക് ഒരു മീഡിയം സൈസ് റൂം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു അക്കോമഡേഷൻ നമുക്കിവിടെ UK യിലുണ്ട്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് അതൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടേക്ക് ഈ വാനിൽ നിന്ന് ആ സാധനങ്ങൾ മൊത്തം അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു ജഗബോഗ ഇതായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലൊരു ഫേസ് ഇതിനു മുമ്പ് അനുഭവിക്കാത്തതുകൊണ്ട് വെരി ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വൺ ഓഫ് ദ ബാഡസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ UK, വെരി ബാഡ്. അവരുടെ കസ്റ്റമർ സർവീസ് ഈസ് വെരി പുവർ. ഞാനത് ഓരോട് റിപ്പോർട്ട് ചെയ്തു, ഹെഡ് ഓഫീസിൽ ഇൻഫോം ചെയ്തു. നോ യൂസ്, നോട്ട് അറ്റ് ഓൾ. ലൈക്ക് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അക്കോമഡേഷൻ നാളെ രാവിലെ തീരും, എനിക്ക് ലാൻഡ് ലോഡിന് കീ ഏൽപ്പിക്കണം. സോ ഐ ഡോണ്ട് ഹാവ് എനി പ്ലേസ് ടു ഗോ, അറ്റ്ലീസ്റ്റ് ടു എൻ ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ. ദെൻ ദേ സെഡ് ലൈക്ക്, ഹൗ ക്യാൻ വി പ്രൊവൈഡ് ദാറ്റ്? ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് മീറ്റ് ചെയ്യുന്നില്ല, ആൻഡ് വി ഡിഡ്ന്റ് പ്രോമിസ് യു എനി ലൈക്ക് സ്പെയർ അക്കോമഡേഷൻ ഓർ എനിത്തിങ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, where should I go? They are like, we don't know, you have to decide where should you go, or like anyway you can't sleep here. That's the reply they give me. And very, oh my god, എനിക്കറിയത്തില്ല എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. അതായത് ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസിൻ്റെ കംപ്ലീറ്റ് ഫേസ് ഞാൻ ആ ഒരു 10 to 15 minutes ഞാൻ നിന്നു. അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഒരു സിലി ഗേളിൽ നിന്ന് സംസാരിക്കുന്നു. ദേ ഡോണ്ട് മാറ്റർ, ദേ ഡോണ്ട് കെയർ. അപ്പോൾ ബാക്കി കസ്റ്റമേഴ്സ് ഇരിക്കുന്നു, അവർ എന്നെ നോക്കുന്നത് എന്താണ് ഇപ്പം. അപ്പോൾ അവർക്കും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അവിടെ ബിൽഡ് ആവും. ദേ ഡോണ്ട് മൈൻഡ്. ആർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ബിൽഡ് ആയാലും അവർക്കറിയാം ദേ ആർ വൺ ഓഫ് ദ റെപ്യൂട്ടഡ് വൺ. സോ ദേ വിൽ ഗെറ്റ് കസ്റ്റമേഴ്സ്. ഇപ്പം ഞാൻ പോയാലും ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും അതൊന്നും അവരെ അഫക്റ്റ് ചെയ്യില്ല. എങ്ങനെയൊക്കെ അവരെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് തിരിച്ചു പറയുന്നത്, നിന്റെ ലാൻഡിൽ കറൻ്റ്ലി ഇരിക്കുന്ന ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീടിൻ്റെ ഓണറിനെയാണ് ഇവർ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്ന ലാൻഡ് ലോഡിനോട് പറയൂ, നെക്സ്റ്റ് അക്കോമഡേഷൻ കിട്ടിയത് അത് റെഡി ആയിട്ടില്ല, സോ ലാൻഡ് ലോഡ് സോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, നാളെ എഗ്രിമെൻറ്റ് തീരുന്നത് ലാൻഡ് ലോഡാണോ, അതോ നാളെ എഗ്രിമെൻറ്റ് തുടങ്ങാൻ പോകേണ്ട ലാൻഡ് ലോഡാണോ എന്നെ കൺസിഡർ ചെയ്യേണ്ടത്? അവർക്ക് ഓൾറെഡി ആൾ റെഡിയാണ്. എന്നാൽ അവരോട് ചോദിക്കും കുറച്ചും കൂടെ നാളെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ ഞാൻ
നാളെ തീരാൻ പോകുന്ന ആളോട് എന്നെ ഇനിയും നിർത്തുമെന്നാണോ ചോദിക്കാൻ പോകുന്നത്? അത് ഞാനിപ്പോൾ നിങ്ങളുടെ അക്കോമഡേഷനിൽ നിന്നിട്ട് എനിക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഞാൻ നാളെ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അക്കോമഡേഷനിൽ നിന്ന് വിടുമോ എന്ന് ചോദിച്ചു, എഗ്രിമെൻറ്റ് തീരാതെ. അപ്പോൾ അവർ പറഞ്ഞു എഗ്രിമെൻറ്റ് തീരാതെ അവർ വിടില്ല. ഓക്കെ, എഗ്രിമെൻറ്റ് തീർന്നിട്ട് എനിക്ക് ഇനി പോകാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ നിർത്തുമോ? അതും അവർ ചെയ്യില്ല. അപ്പം നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ അവർക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ, നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. അത് ഇവിടുത്തെ ആൾക്കാർ വെരി പൊളൈറ്റ് ആൻഡ് ജെന്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ കൺട്രിയിലെ ആൾക്കാർ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രൊഫഷണൽസും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വെരി പീസ്ഫുൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇൻ ദ വർക്ക് സ്പേസ് ദേ ആർ വെരി പ്രൊഫഷണൽ, ബട്ട് ലൈക്ക് ദ വേ ദേ റെസ്പോണ്ടഡ് ഈസ് ലൈക്ക് വെരി അൺപ്രൊഫഷണൽ. ദേ ആർ നോട്ട് പ്രൊഫഷണൽസ് അറ്റ് ഓൾ. ഞാൻ അവരുടെ ഹെഡ് ഓഫീസിൽ ഇതൊക്കെ കംപ്ലൈൻറ്റ്, അങ്ങനെ ഞാൻ ആ സ്റ്റോറേജ് സ്പേസിലോട്ട് സാധനം മാറ്റി. അങ്ങനെ ഒരു സ്ഥലമില്ലായിരുന്നു, ഞാനിപ്പോൾ എന്ത് ചെയ്യും? പക്ഷേ എനിക്ക് ഇതറിഞ്ഞ ഒത്തിരി പേര് എനിക്ക് അക്കോമഡേഷൻ, ഇവിടെ പരിചയമുള്ള മലയാളി ഫാമിലീസൊക്കെ എനിക്ക് അക്കോമഡേഷൻ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ പ്രീവിയസ് എംപ്ലോയർ മലയാളിയാണ്. അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫ്, ഞാൻ അവരുടെ കെയർ ഓഫിലാണ് മുന്നേ താമസിച്ചുകൊണ്ടിരുന്നത്. ആ എംപ്ലോയറിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനൊക്കെ ആള് അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കും. അപ്പോൾ അവിടെ അങ്ങനെയുള്ള അക്കോമഡേഷൻ തന്നെ എനിക്ക് ആള് വെരി ചീപ്പായിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എനിക്ക് അക്കോമഡേഷൻ ഒന്നും അവിടെയാണ് ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത്. പക്ഷേ ഇത് ടെമ്പററി ആണ്, 1 month ആണ്. ഇവരെ ഞാൻ കീപ്പ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇവർ പുതിയൊരു ഡേറ്റ് എനിക്ക് 31st തന്നിട്ടുണ്ട്, ഈ മന്ത് 31st. അപ്പോൾ ആ ആക്സസ് സ്റ്റോറേജിൽ നിന്ന് കംപ്ലീറ്റ് ആണ് ഇനി വാനിലോട്ടാക്കി, വാനിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറ്റി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഭയങ്കരമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഇതിപ്പോൾ ഒറ്റയ്ക്കുള്ള എനിക്കിതാണെങ്കിൽ ഒരു ഫാമിലി, ഒരു കുട്ടിയുള്ളവർക്കൊക്കെ ഇത് തന്നെയാണ്. സോ വെരി കെയർഫുൾ. UK ഒരു വീട് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റെൻറ്റിൻ ഓപ്ഷൻ പോകുമ്പോൾ, മറ്റത് ഓക്കെ വെനെവർ യു ഗെറ്റ് ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് റെൻറ്റിങ് ഓപ്ഷൻ പോകുമ്പോൾ നമുക്ക് ലാൻഡ് ലോഡിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല. കാര്യം നമ്മൾ ഇറങ്ങുമ്പോൾ അടുത്ത ആൾ കയറാൻ റെഡി ആണെങ്കിൽ നമ്മൾ ഇറങ്ങി കൊടുക്കണം. അപ്പോൾ എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കിവിടെ ഹെൽപ്പ് കിട്ടി. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും, എന്നാൽ പോലും ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്കുണ്ടായി. അത് കാരണം കംപ്ലീറ്റ്ലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നു. കുറേ ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്താ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും സില്ലിയായിട്ട് തോന്നും, പക്ഷേ ഈ കോൾഡ് വെതറാണ് ഇപ്പോൾ ഇവിടുത്തെ വെതർ മാറി സ്പ്രിങ് പോവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പ്, ഭയങ്കരമായ തണുപ്പാണ്. ഇപ്പോൾ വെളിച്ചം മാത്രമേ ഉള്ളൂ, ഭയങ്കര വെയിലാണ്, തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പത്ത് ഇങ്ങനെ വീട് മാറുക, സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ വീട്ടിലാണ്. ഇനി 1 month കഴിയുമ്പോൾ ഇവിടുത്തെ സാധനം എല്ലാം കൂടെ അവിടെ വയ്ക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇതായിരുന്നു എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയതായിട്ട് UK വീടെടുക്കാൻ പോകുന്ന ഏജൻസിയുടെ അണ്ടറിലാണെങ്കിൽ മേക്ക് ഷുവർ ആ വീട് കിട്ടുമെന്ന്. കാര്യം ലാസ്റ്റ് മിനിറ്റ് വരെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് 1 more thing, അവർ കോൺട്രാക്ട് സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തന്നിട്ട് അവരത് ചെയ്തിട്ടില്ലായിരുന്നു. അവരോട് പോസ് ചെയ്തിരിക്കാറ് അവർക്കറിയാം അത് ലാൻഡ് ലോഡ് ഇങ്ങനെ ഡിലേ ആക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവരത് കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ എൻ്റെ വിശ്വാസം എല്ലാം കംപ്ലീറ്റ് ചെയ്തു, കോൺട്രാക്റ്റ് എല്ലാം കഴിഞ്ഞു, സെറ്റാണ് എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ വിളിച്ചു ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം തലേദിവസം വരെ വിളിച്ചു ചോദിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം 1 of the റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. സോ ആരെ ട്രസ്റ്റ് ചെയ്യണമെന്നൊന്നും അറിയില്ല. എനിവേ എല്ലാവരും ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. ഒരു സെക്കൻഡ് ഓപ്ഷൻ കണ്ടുപിടിച്ച് വെക്കുന്നതല്ല. അങ്ങനെ ഇപ്പം ഒരു 3-4 പേര് ഇങ്ങനത്തെ ഒരു സംഭവം എന്നോട് തിരിച്ചും പറഞ്ഞു ഇതേപോലെ ഇതേ ഏജൻസിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏജൻസികളൊക്കെ നോക്കി അക്കോമഡേഷൻ എടുക്കുന്നവർ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. പുതിയതായിട്ട് വരുന്നൊരു പ്രത്യേകിച്ച് കാര്യം ഇവിടെ പറഞ്ഞവർക്ക് വലിയ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പാടാവും. പിന്നെ Airbnb ഒക്കെ എടുത്ത് മാറേണ്ടി വരും, നല്ല എക്സ്പെൻസീവ് ആണ് അങ്ങനെയൊക്കെ മാറാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഈ കുറച്ച് വീഡിയോ ഇല്ലായിരുന്നത്. അപ്പോൾ ഇതൊരു അവയർനെസ് വീഡിയോ കൂടെയാണ്. കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.